ഹലോ മൈ ഡിയർ 90s, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഫോഴ്സ് ആൻഡ് ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 30 MCQs ആണ് ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നമ്മൾ എങ്ങനെ എത്തുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി നിങ്ങൾക്ക് ഏത് MCQs എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം കേട്ടോ. അപ്പൊ എല്ലാവരും എല്ലാ ചോദ്യങ്ങളും അതിന്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷനും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ചാപ്റ്ററിന്റെ എക്സ്പ്ലനേഷൻ, അതുപോലെ NCERT എക്സസൈസിന്റെ സൊല്യൂഷൻ, പിന്നെ കുറച്ച് MCQs നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോസ് എല്ലാം ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഏത് ടോപ്പിക് ആണോ അല്ലെങ്കിൽ എക്സസൈസിൽ ഏത് ക്വസ്റ്റ്യൻ ആണോ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് അധികം സമയം കളയണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 30 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. എ മാൻ വെയറിംഗ് എ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് സ്റ്റാൻഡ്സ് ഓൺ റോളർ സ്കേറ്റ്സ്. ദ ടോട്ടൽ മാസ് ഇസ് 80 kg. A bullet of mass 20 gram is fired at 400 meters per second. It is stopped by the vest and falls to the ground. What is then the velocity of the man എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ രണ്ട് വസ്തുക്കൾ തമ്മിലൊരു ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത് അല്ലെ? ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റും ഒരു ബുള്ളറ്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ ആണ്. ആ സമയത്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ടോട്ടൽ മൊമെന്റം ബിഫോർ കൊളീഷൻ മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ കൊളീഷൻ. നമ്മൾ ഫോർമുല പഠിച്ചിരിക്കുന്നത് എങ്ങനെയായിരുന്നു? m1 u1 പ്ലസ് m2 u2 is equal to m1 v1 പ്ലസ് m2 v2. ഇവിടെ രണ്ട് വസ്തുക്കളാണുള്ളത്. ഒന്ന് മാൻ വെയറിംഗ് ദ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ആൻഡ് another one is the bullet. അപ്പൊ m1 എന്ന് ഞാൻ എടുക്കുന്നത് മാസ് ഓഫ് ദ ഫസ്റ്റ് ഒബ്ജക്ട്. അതിന് നമുക്ക് ഇപ്പോ മാന്റെ വെയിറ്റ് ആയിട്ട് ടോട്ടൽ വെയിറ്റ് ഓഫ് ദ മാൻ ആയിട്ട് എടുക്കാം, വിച്ച് ഇസ് 80 into ആദ്യം ആ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിട്ടുള്ള മാൻ വാസ് സ്റ്റാൻഡിങ് ഓൺ ദ റോളർ സ്കേറ്റ്സ്, റൈറ്റ്? സ്റ്റാൻഡിങ് സ്റ്റിൽ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ് ആ മാനിന്റെ. പ്ലസ് ഇനി രണ്ടാമത്തെ വസ്തുവിടെ ഏതാണ്? ബുള്ളറ്റ് ആണ്. ബുള്ളറ്റിന്റെ മാസ് തന്നിരിക്കുന്നത് 20 gram എന്നാണ്. മാസ് എപ്പോഴും നമ്മൾ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ 20നെ കിലോഗ്രാമിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? 2 by 100, which will be 0.02 into ആ ബുള്ളറ്റ് എത്ര സ്പീഡിലാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്? 400 meters per second ആണ്. അപ്പോൾ സ്പീഡ് ഓഫ് ദ ബുള്ളറ്റ് 400 എന്ന് എഴുതി. അപ്പൊ ഇതിനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ ഫസ്റ്റ് ടേം ബിക്കം 0, റൈറ്റ്? സോ യു ഹാവ് ഓൺലി 0.02 into 400 in the left hand side. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എഴുതാൻ പോകുന്നത് m1 v1 plus m2 v2 എന്നാണ്. m1 എന്ന് പറയുന്നത് 80 ആണ്. v1 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് എത്ര വെലോസിറ്റിയിലാണ് ആ മാൻ മൂവ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ v1 is what you are going to find out. പ്ലസ് m2 എന്ന് പറയുന്നത് ബുള്ളറ്റ് ആണ്. ബുള്ളറ്റിന്റെ മാസ് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു 0.02 എന്നാണ്. ബുള്ളറ്റിന്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബുള്ളറ്റ് is fired at 400 meters per second. It is then stopped by the vest. ആ വെസ്റ്റിൽ ഹിറ്റ് ചെയ്ത സമയത്ത് ബുള്ളറ്റ് is getting stopped, which means final velocity of the bullet is 0. അപ്പൊ ഇവിടെ ആ റൈറ്റ് ഹാൻഡ് സൈഡില് 0.02 into 0 എന്ന് പറയുമ്പോൾ ആ ടേം ഇല്ലാതായി പോവാണ്. അപ്പൊ ഇവിടെ നമുക്ക് ബാക്കിയുള്ളത് എന്താണ്? 80 into v1 എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പൊ ഇനി v1 കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കാം. 0.02 എന്നാണ് ബുള്ളറ്റിന്റെ മാസ്. into 400 is equal to 80 into v1. So v1 will be equal to 0.02 into 400 divided by 80. ഇത് 0 കട്ടായി പോയി. 8 എന്ന് പറയുമ്പോൾ 5 ആണ്. 5 into 0.02 എന്ന് പറയുന്നത് 0.1 meter per second ആണ്. നമ്മുടെ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ നമുക്ക് 0.1 meter per second എന്നുള്ളത് ഓപ്ഷൻ ബിയിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് ഓപ്ഷൻ ബി, 0.1 meter per second. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആക്സിലറേഷൻ ആക്ട്സ് ഓൾവേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഡാഷ്. ഒരു വസ്തുവില് ആക്സിലറേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത്? വെൻ എ ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ ഇറ്റ്, റൈറ്റ്? ആക്സിലറേഷൻ സംഭവിക്കാനായിട്ട് ഫോഴ്സ് ഇസ് നെസസറി. ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്താണ് ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. വിച്ച് മീൻസ് ആക്സിലറേഷന്റെ ഡയറക്ഷൻ എല്ലായ്പ്പോഴും ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. പല സന്ദർഭങ്ങളിലും ആക്സിലറേഷന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആവാം.
ആക്സിലറേഷനും വെലോസിറ്റിയുടെ ഡയറക്ഷൻ സെയിം ആവും. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഡയറക്ഷൻ ഓഫ് ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഓൾവേസ് ദ സെയിം. പല സന്ദർഭങ്ങളിലും ആക്സിലറേഷന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഒക്കെ ഡയറക്ഷൻ വ്യത്യാസം വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു വസ്തുവിനെ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കുന്നത് ഏത് ഡയറക്ഷനിലോട്ടാണ്? ഇറ്റ് ഈസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ അല്ലെ. അതേസമയം ആ വസ്തുവില്, ഏതൊരു വസ്തുവും ഭൂമിക്ക് മുകളിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പുറത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അത് എപ്പോഴും ഇറ്റ് ഈസ് ആക്ടിങ് ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ എർത്ത്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് is acting in the upward direction, whereas acceleration is acting in the downward direction. അതേസമയം ഒബ്ജക്റ്റ് താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിലോ ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും സെയിം ഡയറക്ഷനിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ആവണമെന്നൊന്നും നിർബന്ധമില്ല. ചില സന്ദർഭങ്ങളിൽ സെയിം ആയിരിക്കാം, ചില സന്ദർഭങ്ങളിൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് വെലോസിറ്റിയും ആക്സിലറേഷനും. ചിലപ്പോൾ സെയിം ഡയറക്ഷനിൽ വരും, ചിലപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും. പക്ഷേ ആക്സിലറേഷന്റെയും ഫോഴ്സിന്റെയും ഡയറക്ഷൻ എപ്പോഴും ഓൾവേസ് എന്നുള്ള വേർഡ് വന്നതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, an object of mass 100 kg is accelerated uniformly from velocity 4 meter per second to 8 meter per second in 2 seconds. അപ്പോൾ തന്നിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് എഴുതി വെക്കാം. മാസ് തന്നിട്ടുണ്ട്, which is 100 kg. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 4 meter per second. ഫൈനൽ വെലോസിറ്റി v എന്ന് പറയുന്നത് 8 meter per second. ടൈം തന്നിരിക്കുന്നത് 2 seconds ആണ്. ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ മൊമെന്റം. മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയുന്ന ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ്. അപ്പൊ ഇനീഷ്യൽ മൊമെന്റം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. മാസ് 100 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 4 ആണ്. സോ 4 into 100 is 400 kg. ഇനി ഫൈനൽ മൊമെന്റം കണ്ടുപിടിക്കണമെങ്കിലോ മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി. മാസ് 100 ആണ്, ഫൈനൽ വെലോസിറ്റി 8 ആണ്. സോ ഇറ്റ് ബിക്കംസ് 800 kilogram meter per second. ഇവിടെ ടൈം എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ അത് തന്നിട്ടുണ്ടെങ്കിലും നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. ഈ ഒരു ചോദ്യം ഞാൻ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാരണം ഇതാണ്. പലപ്പോഴും ഏതെങ്കിലും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും ഈ 2 സെക്കൻഡിന് എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ചെയ്യണ്ട. നമ്മളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള ഫോർമുല നമുക്ക് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അൺവാണ്ടഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രാക്ടിങ് ഇൻഫർമേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്ക് 2 സെക്കൻഡ് തന്നില്ലെങ്കിൽ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. 400 kilogram meter per second and 800 kilogram meter per second. അപ്പൊ ഓപ്ഷൻ എ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, among equal sized stone and a football. ഒരു സ്റ്റോണും ഉണ്ട്, ഒരു ഫുട്ബോളും ഉണ്ട്. അത് ഈക്വൽ സൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതിനായിരിക്കും മാസ് കൂടുതൽ ഉണ്ടായിരിക്കുക? ഡെഫിനറ്റ്ലി സ്റ്റോണിനായിരിക്കും അല്ലെ. ഫുട്ബോൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലൈറ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോൺ എന്ന് പറയുമ്പോൾ അത് അത്രയും വലുപ്പത്തിൽ ഒരു സ്റ്റോൺ എടുത്തിട്ടുണ്ടെങ്കിൽ മാസ് ഓഫ് ദ സ്റ്റോൺ ഇസ് ഗോയിങ് ടു ബി ഗ്രേറ്റർ. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇനേർഷ്യ വിൽ ബി ഹയർ ഫോർ വാട്ട് എന്നുള്ളതാണ്. ഇനേർഷ്യ ഈസ് എ ഡയറക്റ്റ് മെഷർ ഓഫ് മാസ് ആണ്. മാസീവ് ഒബ്ജക്ട് വിൽ ഹാവ് മോർ ഇനേർഷ്യ ആസ് കമ്പയർഡ് ടു ലൈറ്റർ ഒബ്ജക്ട്സ്. അപ്പൊ ഇവിടെ ഫുട്ബോളും സ്റ്റോണും സെയിം സൈസ് ആണ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ വെയിറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മാസ് ഇസ് മോർ ഫോർ ദ സ്റ്റോൺ, സോ ഡെഫിനറ്റ്ലി ഇനേർഷ്യ വിൽ ബി ഹയർ ഫോർ ദ സ്റ്റോൺ ഇറ്റ് സെൽഫ്. അടുത്ത ചോദ്യം, a water tank filled up to 2/3 of its height is moving with a uniform speed. On sudden application of the brake, the water in the tank would dash. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മളൊരു വസ്തു മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് വിൽ ബി മൂവിങ് ബാക്ക്വേർഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മൂവിങ് ഒബ്ജക്റ്റിന്റെ പുറത്ത് ആക്സിലറേഷൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ആ വസ്തുവിന് ആക്സിലറേഷൻ ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഒബ്ജക്ട് വിൽ ബി മൂവിങ് ബാക്ക്വേർഡ്. അതേസമയം ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്ജക്ട് വിൽ മൂവ് ഫോർവേഡ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യം. വെൻ ദ ഓൺ അപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സ്, if the object is getting accelerated, object will move backward. If it is getting retarded, എന്ത് ചെയ്യും? ഒബ്ജക്ട് വിൽ മൂവ് ഫോർവേഡ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആക്സിലറേഷൻ ആണോ റിട്ടാർഡേഷൻ ആണോ സംഭവിക്കുക? ഇറ്റ് വിൽ ഗെറ്റ് റിട്ടാർഡഡ് അല്ലെ. റിട്ടാർഡേഷൻ സംഭവിക്കുമ്പോൾ ഒബ്ജക്ട് വിൽ മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇനേർഷ്യ ഓഫ് മോഷൻ ഓഫ് ദ ഒബ്ജക്ട്. ആ മൂവിംഗ് ഒബ്ജക്റ്റിന് ഇറ്റ് വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ഇറ്റ് സെൽഫ്.
മൂവ് ഫോർവേഡ് എന്നുള്ളതാണ്. ഇനി അതേസമയം ഈ ടാങ്കറിന് ഒരു ആക്സിലറേറ്റിംഗ് ഫോഴ്സ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദ വാട്ടർ വിൽ മൂവ് ബാക്ക്വേർഡ് എന്നാണ് ആൻസർ ആയിട്ട് വരേണ്ടിയിരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ദ തേർഡ് ലോ ഓഫ് മോഷൻ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ആക്ഷനും റിയാക്ഷനും ഒരിക്കലും സെയിം ഒബ്ജക്ട്സിൽ ആക്ട് ചെയ്യാൻ പറ്റില്ല. ദേ വിൽ ബി ആക്ടിങ് ഓൾവേസ് ഓൺ ഡിഫറെന്റ് ബോഡീസ് ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിംഗ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സിയിലും ഡിയിലുള്ള മിസ്റ്റേക്സ് എന്താണെന്ന് നോക്കാം. ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡ് എന്നുള്ളത് കറക്റ്റ് ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് വേണ്ടത്. ഫോർത്ത് ഓപ്ഷനിൽ ആക്ട് ഓൺ either body at normal to each other. അങ്ങനെ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഒന്നും പ്രത്യേകം പറയുന്നില്ല. They will be acting on different bodies in opposite direction എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, a coin placed on the card rested at the edges of the glass remains at rest. ഒരു കോയിൻ ഒരു കാർഡിന്റെ മുകളിൽ റെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാർഡ് ഫ്ലിക്ക് ചെയ്താലും അത് റെസ്റ്റിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതിന്റെ കാരണം എന്താണ്? ഇറ്റ്സ് നത്തിങ് ബട്ട് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ പഠിച്ച സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷന്റെ ആവശ്യമൊന്നുമില്ല, ഇതൊരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ. അടുത്ത ചോദ്യം, ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ മൂവ്സ് എ ബോഡി. മൂവ്സ് എ ബോഡി, അതായത് ഒരു 50 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തു മൂവ് ചെയ്ത് തുടങ്ങുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഒരു വസ്തു സാധാരണ രീതിയിൽ ഒരു സർഫസിൽ മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദ അപ്ലൈഡ് ഫോഴ്സ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ഫ്രിക്ഷനേക്കാളും ചെറിയ ഒരു ഫോഴ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനുള്ള ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മാത്രമാണ് ഒബ്ജക്ട് വിൽ സ്റ്റാർട്ട് മൂവിങ്. സോ എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ മൂവ്സ് എ ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ദ ഫ്രിക്ഷൻ ഇസ് less than 50 Newton or the applied force is more than friction. അപ്പോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോഡി is less than 50. അല്ലെങ്കിൽ അപ്ലൈഡ് ഫോഴ്സ് 50 ന്യൂട്ടൺ is greater than the friction എന്ന് പറഞ്ഞാലും കറക്റ്റ് ആൻസർ ആണ്. ഇവിടുത്തെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ ബോഡി is less than 50 ന്യൂട്ടൺ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, റോക്കറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് വാട്ട്. റോക്കറ്റ് പ്രൊപ്പൽഷൻ നമുക്കറിയാം, വളരെ ഹൈ സ്പീഡിൽ ലോഞ്ച് ചെയ്താൽ മാത്രമാണ് റോക്കറ്റിന് എസ്കേപ്പ് സ്പീഡിനേക്കാളും വലിയ സ്പീഡിൽ പോയിട്ട് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ളിനെ ഓവർകം ചെയ്തിട്ട് സ്പേസിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇനീഷ്യൽ ത്രസ്റ്റ് വളരെ കൂടുതൽ വേണം. അവിടെ ഉപയോഗിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം ആണ്. അതായത് റോക്കറ്റിന്റെ കമ്പസ്റ്റൻ ഫ്യൂവൽസ് എല്ലാം ഒരു ത്രസ്റ്റ് കൊടുക്കുന്നത് കൊണ്ടാണ് റോക്കറ്റിന് കൂടുതൽ സ്പീഡിൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഫോഴ്സ് ഇസ് ഗിവൻ ബൈ. നമ്മൾ ന്യൂട്ടന്റെ 3 ലോസ് ഓഫ് മോഷൻ പഠിക്കുന്നുണ്ട്. അതിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവിംഗ് എ ക്വാളിറ്റേറ്റീവ് ഐഡിയ അബൌട്ട് ഫോഴ്സ്, വിച്ച് മീൻസ് will come to know about the qualities of force. ഫോഴ്സ് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഫോഴ്സ് can change the shape, can change the state of rest, can change the state of motion. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒരു ഫോഴ്സ് കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്? ക്വാളിറ്റീസ് ഓഫ് ഫോഴ്സ് ആണ് ഫസ്റ്റ് ലോയിൽ പഠിക്കുന്നത്. അതേസമയം സെക്കൻഡ് ലോ വരുമ്പോഴാണ് ഹൗ മച്ച് ഫോഴ്സ് ഇസ് റിക്വയർഡ്. അതായത് നമ്മൾ പറഞ്ഞു ഇൻ ഓർഡർ ടു ആക്സിലറേറ്റ് an object a force is required. അത് എത്രത്തോളം ഫോഴ്സ് കൊടുക്കണം എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അതായത് F is equal to m into a. It depends on mass, it depends on acceleration എന്നൊക്കെ ഒരു ഫോർമുല രൂപത്തിൽ പഠിച്ചത് ഏത് ഇക്വേഷനിലാണ്? സെക്കൻഡ് ഇക്വേഷനിലാണ്. തേർഡ് വൺ എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് ഫോഴ്സ് അല്ലെങ്കിൽ ആക്ഷൻ റിയാക്ഷനെ കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് എക്സ്പ്രഷൻ ഓഫ് ഫോഴ്സ് ഇസ് ഗിവൻ ബൈ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ഇറ്റ് ഗിവ്സ് എ ക്വാളിറ്റേറ്റീവ് ഐഡിയ അബൌട്ട് ഫോഴ്സ്. ഇനി അടുത്ത ചോദ്യം, a passenger in a moving train tosses a coin which falls behind him. This shows that motion of the train is എന്താണെന്നുള്ളത്. ഞാൻ നേരത്തെ തന്നെ ഒരു എന്താ പറയുക, ഒരു ട്രക്കിൽ വെള്ളം കൊണ്ടുപോകുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, അപ്ലൈഡ് ഫോഴ്സ് ആക്സിലറേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഒബ്ജക്ട് വിൽ മൂവ് ബാക്ക്വേർഡ്. അപ്ലൈഡ് ഫോഴ്സ് റിട്ടാർഡേഷൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഒബ്ജക്ട് വിൽ ഫോൾ ഫോർവേഡ്. അപ്പൊ ഇവിടെ കോയിൻ ഇസ് ഫോളിംഗ് ബാക്ക്വേർഡ്, ബിഹൈൻഡ് ഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്, വിച്ച് മീൻസ് ദ ട്രെയിൻ ഇസ് ആക്സിലറേറ്റഡ് എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, മാസ് m breaks into 2 pieces in the ratio 1:3 while at rest. അപ്പൊ നമ്മൾ m1 എന്നുള്ളത് 1 ആയിട്ടും m2 എന്നുള്ളത് 3 ആയിട്ടും എടുക്കുവാണെങ്കിൽ while at rest എന്നാണ് പറഞ്ഞിരിക്കുന്നത്, which means u1 equal to 0, u2 is also equal to 0. അപ്പോൾ m1 u1
പ്ലസ് m2 u2 എന്ന് പറയുന്നത് 0 ആണ്. കാരണം ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് 0 കിട്ടും, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താലും 0 കിട്ടും. ഇനി if the heavier has a speed of v, അതായത് ഇവ രണ്ടും റെസ്റ്റിലായിരുന്നു, അതിനുശേഷം ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അത് രണ്ടും ബ്രേക്ക് ആയ സമയത്ത് എന്ത് സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? heavier has a speed of v. ഓക്കെ, അതായത് v2 എന്ന് പറയുന്നതാണ് v. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് v1 എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുന്നത് എന്താണ്? m1 v1 should be equal to m2 v2. m1 ന്റെ പ്ലേസിൽ നമുക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, which will be equal to m2 എന്ന് പറയുന്നത് 3 ആണ്, v2 എന്ന് പറയുന്നത് v എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 1 into v1 means what? It's nothing but v1 is equal to 3 into v എന്ന് വെച്ചാൽ 3v. അപ്പോ ഹെവിയറിന്റെ സ്പീഡ് 3 ആണെങ്കിൽ lighter object will have a speed of 3v. ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. It is based on law of conservation of momentum. Okay. അടുത്ത ചോദ്യം, the unit of measuring momentum of a body is what? മൊമെന്റത്തിന് നമ്മൾ പഠിച്ച ഫോർമുല എന്ന് പറയുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. മാസിന്റെ യൂണിറ്റ് നമുക്കറിയാം കിലോഗ്രാം ആണ്, വെലോസിറ്റിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്തായിരിക്കണം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, if the mass of a body is doubled and its velocity becomes half, then the linear momentum of the body will become what? ഇപ്പോ പി എന്ന് പറയുന്നത് നോർമലി മാസിന്റെ വെലോസിറ്റി ആണ്. പുതിയ മൊമെന്റത്തിന് എന്താ പറഞ്ഞിരിക്കുന്നത്? മാസ് ഇസ് ഡബിൾഡ്. അപ്പൊ എം എന്നുള്ളടത്ത് ഞാൻ 2m എന്ന് എഴുതി, വെലോസിറ്റി ഇസ് ഹാഫ്, വി എന്നുള്ളടത്ത് v/2 എന്ന് എഴുതി. അപ്പൊ ഈ 2 ക്യാൻസൽ ചെയ്തിട്ട് p dash is coming as mv only, right? അപ്പോ മാസ് ഡബിൾ ചെയ്തു, വെലോസിറ്റി ഹാഫ് ആയി എന്ന് വെച്ചാൽ മൊമെന്റം വിൽ റിമെയിൻ ദ സെയിം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, an object of mass 2 kg is sliding with a constant velocity of 4 meter per second on a frictionless horizontal table. Constant velocity. Okay. The force required to keep the object moving with the same velocity is what? A force is required. നമുക്ക് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് നമ്മൾ പഠിച്ചെന്താണ്? An object will continue in its state of rest or of uniform motion unless a force is acted on it. ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തില്ലെങ്കിലും റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു റെസ്റ്റിൽ തന്നെ ഇരിക്കും, യൂണിഫോം മോഷനിലുള്ള ഒരു വസ്തു യൂണിഫോം മോഷനിൽ തന്നെ. കോൺസ്റ്റന്റ് വെലോസിറ്റി, സെയിം വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ അതിന്റെ മീനിങ്? ആക്സിലറേഷൻ 0 ആണ് എന്നാണ്, അല്ലെ? അപ്പൊ ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഫോഴ്സ് വിൽ ഓൾസോ ബി 0. ഇവിടെ മാസും വെലോസിറ്റിന്റെ വാല്യൂ ഒക്കെ തരുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി വരും. അതൊന്നും ചെയ്യരുത്. വെലോസിറ്റിയിൽ വ്യത്യാസം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്. ഇഫ് ആക്സിലറേഷൻ ഇസ് 0, ഫോഴ്സ് വിൽ ഓൾസോ ബി 0. അപ്പൊ 0 ന്യൂട്ടൺ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. എ, മാസ് ഇസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ഓഫ് എ ബോഡി. It's very much correct. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു massive object will have more inertia, lighter objects will have less inertia. Newton's first law of motion is the law of inertia. അതെ, Newton's first law of motion മറ്റൊരു പേരാണ് law of inertia എന്നുള്ളത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. Unbalanced force produce constant velocity. അല്ല, unbalanced force ആക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ definitely there will be an acceleration. Acceleration means there will be a change in velocity. അപ്പോ ഈ സി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഡി എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂട്ടൺസ് തേർഡ് ലോ ടോക്സ് അബൌട്ട് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് സി ആണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. അടുത്തത്, if we release a magnet held in our hand, it falls to the ground. The force which makes the magnet fall down is an example of what? ഏതൊരു വസ്തുവും മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ it should be acted upon by unbalanced force. Balanced forces ആണെങ്കിൽ there will not be any movement. So the correct option here is unbalanced force. അടുത്തത്, a man is standing on a boat in still water. Okay, ബോട്ടിൽ still water നിൽക്കാണ്. If he walks towards the shore, then the boat will, according to Newton's third law of motion, നമ്മൾ മുന്നിലോട്ട് പോകുന്ന സമയത്ത് the boat will be applying an opposite reaction force, right? So the boat will be moving away from the shore. Option A എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് എഴുതേണ്ടത്. അടുത്തത്, if the force acting on the body is 0, its momentum is what? ഫോഴ്സും മൊമെന്റവും തമ്മിലുള്ള ഒരു റിലേഷൻ നമ്മൾ പഠിച്ചത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്നാണ് പഠിച്ചത്, അല്ലെ? അപ്പൊ ഫോഴ്സ് 0 എന്ന് വെച്ചാൽ എന്താണ്? ഡെൽറ്റ പി, ചേഞ്ച് ഇൻ മൊമെന്റം 0 എന്നാണ്.
there is no change in momentum, which means what? Momentum has to be constant. Zero എന്ന് എഴുതി വെക്കരുത്. ഫോഴ്സ് സീറോ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മൊമെന്റം സീറോ എന്നല്ല, ചേഞ്ച് ഇൻ മൊമെന്റം സീറോ എന്നാണ്. ചേഞ്ച് ഇൻ മൊമെന്റം സീറോ എന്ന് വെച്ചാൽ മൊമെന്റം ഷുഡ് ബി കോൺസ്റ്റന്റ് എന്നുള്ളതാണ് കേട്ടോ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, a ball is thrown vertically upward in a train moving with uniform velocity. The ball will യൂണിഫോം വെലോസിറ്റി ആണ്. ഇവിടെ ആക്സിലറേഷനും ഇല്ല റിട്ടാർഡേഷനും ഇല്ല. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ബോൾ വിൽ ഫോൾ ബിഹൈൻഡ്, റിട്ടാർഡേഷൻ ഉണ്ടെങ്കിൽ ബോൾ വിൽ ഫോൾ ഫോർവേഡ്. ഇത് യൂണിഫോം വെലോസിറ്റി ആണ്. സോ ഇറ്റ് വിൽ റിട്ടേൺ ബാക്ക് ടു ദ ത്രോവർ ഇറ്റ്സെൽഫ്. അടുത്ത ചോദ്യം, when a rubber balloon held between the hands and is pressed, its shape changes. ഷേപ്പ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ there should be an external unbalanced force acting on it, right? അപ്പോൾ ഇവിടെ this happens because of what? Unbalanced forces acting on the balloon. അടുത്ത ചോദ്യം, which of the following should be constant for a body to have constant momentum? നേരത്തെ ഇപ്പൊ തന്നെ നമ്മളൊരു ചോദ്യം പഠിച്ചിരുന്നു അല്ലെ, കോൺസ്റ്റന്റ് മൊമെന്റം വരണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഫോഴ്സ് ഷുഡ് ബി സീറോ. ഫോഴ്സ് സീറോ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആക്സിലറേഷൻ സീറോ ആയിരിക്കും. ആക്സിലറേഷൻ ഫോഴ്സ് സീറോ ആണ്, ആക്സിലറേഷൻ സീറോ ആയിരിക്കും. ആക്സിലറേഷൻ സീറോ എന്ന് വെച്ചാൽ എന്താ? വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ സീറോ ആക്സിലറേഷൻ, സീറോ ഫോഴ്സ് ആൻഡ് കോൺസ്റ്റന്റ് വെലോസിറ്റി. അപ്പൊ ഓൾ ഓഫ് ദീസ് നമുക്ക് പറയാം. അതായത് ആക്സിലറേഷന്റെ വാല്യൂ സീറോ തന്നെ ആയിട്ട് നിൽക്കണം, ഫോഴ്സിന്റെ വാല്യൂ സീറോ തന്നെ, അതൊരു കോൺസ്റ്റന്റ് തന്നെയാണല്ലോ. സീറോ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. വെലോസിറ്റിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കണം. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഓൾ ഓഫ് ദി അബവ് എന്ന് പറയാം. ഓക്കെ, അടുത്തത്, masses of the two bodies are in the ratio 5:6 and velocities are in the ratio 1:2. ലീനിയർ മൊമെന്റത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. മൊമെന്റത്തിന്റെ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി, അതറിഞ്ഞാൽ നമുക്ക് ചെയ്യാം. മാസ് 5, വെലോസിറ്റി 1, അപ്പൊ ആദ്യത്തെ മൊമെന്റം 5 എന്ന് എഴുതാം. മാസ് 6, വെലോസിറ്റി 2, അപ്പൊ നെക്സ്റ്റ് മൊമെന്റം നമുക്ക് 12 എന്ന് എഴുതാം. 6 into 2, മാസ് ഇൻറ്റു വെലോസിറ്റി. സോ 5:12 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്. അടുത്ത ചോദ്യം, the inertia of an object tends to cause the object. Inertia എന്താണ് കോസ് ചെയ്യുന്നത്? ഇൻക്രീസ് ഇറ്റ് സ്പീഡ്. എല്ലായ്പ്പോഴും ഇൻക്രീസ് ഇറ്റ് സ്പീഡ് ആണോ? എല്ലായ്പ്പോഴും ഡിക്രീസ് ഇറ്റ് സ്പീഡ് ആണോ? അല്ല. ടു റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ. ഇതിനെല്ലാത്തിനും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. റെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അത് റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തു വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. മോഷനിലാണെങ്കിൽ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ. ഡയറക്ഷൻ, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ വുഡ് ലൈക്ക് ടു കണ്ടിന്യൂ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഓഫ് മോഷൻ. സോ ഇനേർഷ്യ വിൽ റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് ദ ഒബ്ജക്ട് എന്നുള്ള ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തത്, what do we get by the product of mass and velocity? നമ്മൾ ഇത്ര കുറെ പ്രോബ്ലത്തിലൊക്കെ ചെയ്താണ്. മാസും വെലോസിറ്റി നമ്മൾ ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ what do we get? We will get nothing but momentum. Next question, the rate of change of momentum of an object is directly proportional to, ഇത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നെറ്റ് ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദ ബോഡി എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഈക്വിലിബ്രിയം. നമ്മൾ എപ്പോഴാണ് ഒരു വസ്തു ഈക്വിലിബ്രിയത്തിലാണ് എന്ന് പറയുന്നത്? when the net force acted on the body is zero. ടോട്ടൽ ഫോഴ്സ് സീറോ ആകുമ്പോഴാണ് ആ വസ്തു ഈക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നത്. ഒറ്റ ഫോഴ്സ് ആക്ട് ചെയ്യരുതെന്നല്ല അതിന്റെ അർത്ഥം. there can be more than one force, but when you take the net force it should be zero. നെറ്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ, ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് അല്ല സീറോ ആവാം. എന്താണ് സീറോ ആവുന്നത്? ആക്സിലറേഷൻ വിൽ ബി സീറോ. അപ്പോൾ എസെൻഷ്യൽ ആയിട്ട് നിർബന്ധമായിട്ടുമുള്ള ഈക്വിലിബ്രിയത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഈക്വൽസ് സീറോ എന്നുള്ളതാണ്. ആക്സിലറേഷൻ സീറോന്റെ അർത്ഥം വെലോസിറ്റി കോൺസ്റ്റന്റ് എന്ന് മാത്രമാണ്. അപ്പൊ മൊമെന്റം സീറോ ആണെന്ന് നിർബന്ധമില്ല. there can be a non zero velocity. അപ്പോ പിന്നെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന ഹാഫ് mv² ആണ്. അപ്പോ വെലോസിറ്റി സീറോ ആവണം നിർബന്ധമില്ല. there should be a constant velocity എന്നുള്ളതും ഓപ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് ആക്സിലറേഷൻ ഈക്വൽ ടു സീറോ എന്നുള്ളതാണ് എസെൻഷ്യൽ ക്യാരക്ടർ. നിർബന്ധമായിട്ടും ആക്സിലറേഷൻ സീറോ ആയാൽ മാത്രമാണ് ആ വസ്തു ഈക്വിലിബ്രിയത്തിലാവുന്നത്. അടുത്തത്, ഗോൾ കീപ്പർ ഇൻ എ ഗെയിം ഓഫ് ഫുട്ബോൾ pulls his hand backward after holding the ball short at the goal. അത് ബോൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഗോൾ കീപ്പേഴ്സ് കൈ ഒന്ന് കുറച്ച് പുറകിലോട്ട് വലിക്കുന്നതായിട്ട് കാണാം. ദിസ് എനേബിൾസ് ദ കീപ്പർ ടു വാട്ട്? എക്സേർട്ട് ലാർജ് ഫോഴ്സ് ഓൺ ദ ബോൾ. അതിന് വേണ്ടിയിട്ടല്ല. ആക്ച്വലി സംഭവിക്കുന്നത് കൂടുതൽ സമയം, ദേ ആർ ട്രൈങ് ടു ഗിവ് മോർ ടൈം ഫോർ ദ ഫോഴ്സ് ടു കം ടു സ്റ്റോപ്പ്. അതുകൊണ്ട് തന്നെ that ball will apply lesser force on the hands of the goalkeeper.
അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൈക്ക് ഇഞ്ചുറി ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അതായത് ബോൾ നമ്മൾ കൂടുതൽ സമയം എടുത്തിട്ട് ഒരു ബോളിനെ റെസ്റ്റിലോട്ട് കൊണ്ടുവരുമ്പോൾ ദ ബോൾ വിൽ ബി അപ്ലൈങ് ലെസ് ഫോഴ്സ് ഓൺ ദ ഹാൻഡ്സ് ഓഫ് ദ ഗോൾ കീപ്പർ. ആൻഡ് ലെസ് ഫോഴ്സ് കൊടുക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഫോഴ്സിന്റെ മറ്റൊരു പേരാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. കാരണം ന്യൂട്ടൺ സെക്കൻഡ് ഓഫ് മോഷൻ അനുസരിച്ച് ഫോഴ്സ് ഇസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പൊ ഡിക്രീസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ബോൾ എന്ന് പറയുകയാണെങ്കിൽ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഇൻക്രീസ് എന്നാണ്, ദാറ്റ് ഈസ് റോങ്. ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ല, ഡിക്രീസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് മൊമെന്റം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. A gun of mass 5 kg fires 50 gram bullet with velocity of 200 meter per second. Find the recoil velocity of the gun. Recoil velocity ക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താണ്? മൈനസ് m1 v1 ഡിവൈഡഡ് ബൈ m2. ഇവിടെ m1 u1 എന്നൊക്കെ പറയുന്നത് ബുള്ളറ്റിന്റെ മാസും വെലോസിറ്റി ആണ്. m2 എന്ന് പറയുന്നത് ഗണ്ണിന്റെ മാസ് ആണ്. ഇതാണ് റീകോയിൽ വെലോസിറ്റിയുടെ ഫോർമുല. നമ്മൾ ഡെറിവേഷൻ പഠിക്കുന്നതാണ്. സോ ഇറ്റ് ഇസ് മൈനസ്, ആദ്യം ബുള്ളറ്റിന്റെ മാസും വെലോസിറ്റിയാണ് എഴുതേണ്ടത്. ബുള്ളറ്റിന്റെ മാസ് 50 ഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെ 50 ഗ്രാമിനെ കിലോഗ്രാം ആക്കുമ്പോൾ 50 by 1000, which means 0.005 into u1 എന്ന് പറയുന്നത് it should be the speed of the bullet. Speed of the bullet is 200. So into 200 divided by mass of the gun. Mass of the gun എത്രയാണ്? 5 kg എന്ന് പറഞ്ഞിരിക്കുന്നത്. So it is 5. അപ്പൊ ഈ 5 നമ്മൾ കട്ടായി കളഞ്ഞു. ഈ രണ്ട് സീറോസ് ഇവിടുത്തെ 2 പോയിന്റ്സ് ആയിട്ട് കട്ടായി പോകും അല്ലെ. അപ്പൊ ആൻസർ വരുന്നത് -2 എന്നാണ്. കാൽക്കുലേഷൻ നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കാം. ഫോർമുല ഇതാണ്, മൈനസ് m1 u1 ഡിവൈഡഡ് ബൈ m2 എന്നുള്ളത്. ഈ 1 എന്ന് പറയുന്നതെല്ലാം ബുള്ളറ്റിന്റെ മാസും വെലോസിറ്റി ഒക്കെയാണ്. താഴെ ഡിനോമിനേറ്ററിൽ വരുന്നത് മാസ് ഓഫ് ദ ഗൺ ആണ്. ഇതാണ് ഫോർമുല. അത് ഫോർമുല വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് -2 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഈ വീഡിയോയിലത്തെ അവസാനത്തെ ചോദ്യം, ദ ആക്സലറേഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഈസ്. ആക്സലറേഷന്റെ ഫോർമുല എന്താണ്? ഫോഴ്സും മാസ് ഒക്കെ അനുസരിച്ച് f ഡിവൈഡഡ് ബൈ m എന്നാണ്. അപ്പൊ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ് അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. റെസിസ്റ്റഡ് ബൈ ഇനേർഷ്യ അല്ലെ. ഇനേർഷ്യ എപ്പോഴും ശ്രമിക്കുന്നത് എന്തിനാണ്? ചേഞ്ച് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ. അപ്പോൾ ആക്സിലറേഷൻ ഇല്ലാതിരിക്കാനാണ് ഇനേർഷ്യ എപ്പോഴും ശ്രമിക്കുന്നത്. സോ റെസിസ്റ്റഡ് ബൈ ഇനേർഷ്യ അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ 3 കറക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്യേണ്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് എന്നുള്ള ഓപ്ഷൻ ആണ് ഈ ചോദ്യത്തിന് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ന് ഞാൻ കുറേയേറെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. അതിന്റെ എല്ലാത്തിന്റെയും എക്സ്പ്ലനേഷനും കൂടെ മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി ഏത് ചോദ്യം ചോദിച്ചാലും കൃത്യമായിട്ട് MCQസിന് ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലോട്ട് ഷെയർ ചെയ്തെത്തിക്കുക. സജഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് എല്ലാം കമന്റ് ആയിട്ട് എഴുതൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. വൺസ് അഗെയിൻ ഹാവ് എ വണ്ടർഫുൾ ഡേ അഹെഡ് ടു ഓൾ ഓഫ് യു.